ഗുഡ് ഈവനിങ്. മൈൻഡ് വാച്ചിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പഠിക്കാൻ പറ്റാത്ത കുട്ടി, ശ്രദ്ധ വെക്കാൻ പറ്റാത്ത കുട്ടി, അടങ്ങിയിരിക്കാത്ത കുട്ടികൾ, വികൃതി കുട്ടികൾ, ഇങ്ങനെ പല വിശേഷണങ്ങൾ കിട്ടുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി നമ്മോടൊപ്പമുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മിസസ് ശാലിനി ഷൈനാണ്. മാഡം സ്വാഗതം. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ലൈവ് പ്രോഗ്രാമാണ് മൈൻഡ് വാച്ച്. നിങ്ങളുടെ സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കൗൺസിലിങ്ങിനുമായിട്ടാണ് മാഡം നമ്മോടൊപ്പം ഉള്ളത്. അതിനാൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. മാഡം, നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടി, അങ്ങനത്തെ പല സംഭവങ്ങളും. അപ്പം ആക്ച്വലി നമ്മൾ എങ്ങനെയാണ് ADHD എന്നെ ഒന്ന് ഡിഫൈൻ ചെയ്യുന്ന ADHD നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പം പല മേഖലകളിൽ നിന്നും, സ്കൂളിൽ നിന്നായിരുന്നാലും സൈക്കോളജിസ്റ്റുമാരുടെ അടുത്തു നിന്നായിരുന്നാലും ജനറലി എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു ടേമാണ് ADHD. ബേസിക്കലി ഡിഫൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ADHD എന്ന് വെച്ചാൽ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ്. അതായത് കുട്ടിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ADHD. ഇതിനെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. 3 ഗ്രൂപ്പുകളിൽ ഇതിനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആദ്യത്തെ പ്രധാന ലക്ഷണത്തിൽ നമ്മൾ പറയുന്നത് ഇവർക്കൊരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാണ്ട് വരിക, ഇൻഅറ്റൻഷൻ, ഡിഫിക്കൽട്ടി ടു സസ്റ്റെയിൻ ദെയർ അറ്റൻഷൻ. രണ്ടാമത് വരുന്നത് ഒരു ആക്ടിവിറ്റി ഒട്ടും തന്നെ പിടിച്ചു നിർത്താൻ പറ്റാണ്ട് ചാടിക്കയറി പെരുമാറുക, ഇമ്പൾസിവിറ്റി എന്ന് അതിന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അടുത്ത് വരുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി, ദാറ്റ് മീൻസ് എക്സസീവ് ആക്ടിവിറ്റി. ഈ 3 കാര്യങ്ങൾ ചേർന്ന് വരുന്ന ഒരവസ്ഥ. 3 കാര്യങ്ങൾ വരണമെന്നില്ല. ചില കുഞ്ഞുങ്ങൾക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് മാത്രമായിരിക്കും, മറ്റു ചില കുഞ്ഞുങ്ങൾക്ക് ഈ അറ്റൻഷൻ ഡെഫിസിറ്റിൻ്റെ കൂടെ തന്നെ ഇമ്പൾസിവിറ്റിയും ഹൈപ്പർ ആക്ടിവിറ്റിയും വരും. ഇതിനെ നമുക്ക് ജനറലി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHD എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഒരു പേരൻറ്റിന് അല്ലെങ്കിൽ നമുക്കായാലും എങ്ങനെ ഒരു ADHD കുട്ടീനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഇത് നോർമലി വരുന്നത്? നമുക്ക് എങ്ങനെ ഈ കുട്ടികളെ തിരിച്ചറിയാൻ പറ്റുന്നു? ഇതൊരു സംശയം ഇതിനു മുന്നും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതായത് എപ്പോഴും കുട്ടി ജനിച്ച് വളരുന്നത് പാരൻസിൻ്റെ അടുത്താണ്. സ്കൂളിലേക്ക് വരുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തുടങ്ങും ഇവൻ വികൃതിയാണെന്ന് പറഞ്ഞു തുടങ്ങും. പക്ഷേ അതിന് മുൻപേ തന്നെ വീട്ടുകാർ, ഇപ്പം അച്ഛനും അമ്മയും അറിയുന്നതിന് അല്ലാണ്ട് കുട്ടിയുടെ ഗ്രാൻഡ് പാരൻസോ വീട്ടിലുള്ള ബാക്കി കസിൻസോ ഒക്കെ പറയും വികൃതി കുട്ടിയാണ്. വികൃതി കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ പ്രായത്തിൽ കൂടുതലുള്ള വികൃതി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടാണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ആയിരിക്കും ഇവരുടേത്. ഒരിക്കലും അടങ്ങിയിരുന്ന ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയത്തില്ല. നമ്മൾ കുറച്ചു നേരം ഇരുത്തും, ഒരല്പനേരം ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവർ ഇരിക്കുമ്പോൾ കൂടി അവർ അടങ്ങിയിരിക്കത്തില്ല, എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലെ ഒരു കസേരയിൽ അവരെ ഇരുത്തി കഴിഞ്ഞാൽ ഒന്നുകിൽ കാല് പരസ്പരം മാട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഈ കൈ വെച്ചിട്ട് ഡെസ്കിൽ ടാപ്പ് ചെയ്തിരിക്കും, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും. ആ ഏജിലെ കുട്ടികളിൽ കാണപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ആക്ടിവിറ്റി നമ്മുടെ ഈ കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട്. ഇതുകൂടാണ്ട് ഇത് ഇപ്പം സ്കൂളിൽ നമ്മൾ അവർക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്തേക്കാറുണ്ട് അല്ലേ. കുട്ടിക്ക് ടിഫിൻ ബോക്സ് ഉണ്ടാവും, പെൻസിൽ പൗച്ച് ഉണ്ടാവും. തിരിച്ചു വരുമ്പോൾ ഇതിൽ നിറഞ്ഞിരിക്കുന്ന സാധനങ്ങളിൽ പലതും വീടെത്താറില്ല. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ ചില ദിവസങ്ങളിൽ കളഞ്ഞിട്ട് വരുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധ തീരെ നിൽക്കത്തില്ല. അവരെന്തോ കൊണ്ടുപോയി എവിടേക്കോ വെച്ചു, എന്തൊക്കെയോ കൊണ്ടുവന്നു. ഇത് രണ്ടാമത്തെ ലക്ഷണമാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഇവരുടെ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. രണ്ടാമത്. മൂന്നാമത്തേത് ഇവരെപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ തന്നെ ക്വയറ്റായിട്ട് സൂക്ഷിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. അവിടെ പോലും ഈ കുഞ്ഞുങ്ങൾക്ക് അത് ഇൻഹിബിറ്റ് ചെയ്തിരിക്കാൻ കഴിയത്തില്ല. ഇവർ ചുമ്മാ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതുകൂടാണ്ട് മറ്റുള്ളവർ സംസാരിക്കുന്നത്, ഇപ്പോൾ 2 പേര് പാരൻസ് സംസാരിക്കുവാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലി ഫ്രണ്ട് വന്നിട്ട് സംസാരിക്കുവാണ്, അതിനിടയിൽ ഇവൻ കയറി സംസാരിക്കും, നിർത്തത്തില്ല. ഇപ്പം ഒന്ന് ഇവന് അറ്റൻഷൻ കിട്ടണം, അതിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേക കമന്റ്സോ ഡയലോഗ്സോ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ കയറി കുഞ്ഞു വായിൽ വലിയ വർത്തമാനം, അങ്ങനെ നമ്മൾ പറയുമായിരുന്നല്ലോ ഒരു കാലഘട്ടത്തിൽ, അങ്ങനെ പറയുന്നു. പക്ഷെ ചാടി കയറി ഇവരങ്ങ് സംസാരിക്കുക, പിടിച്ചു നിർത്താൻ പറ്റാണ്ട്. പിന്നെ ഫുൾ ടൈം ഓട്ടവും ചാട്ടമായിരിക്കും. ഇപ്പം കുട്ടികൾ കൂടിപ്പോയാൽ എന്താ, ഡെസ്കിന്റെ ബെഞ്ചിൻ്റെയൊക്കെ മുകളിൽ കയറും. ഇവർ ചിലപ്പം തലകുത്തി മറന്നത് തന്നെ വരും. നമ്മൾ ഫുഡ് കൊടുക്കുകയാണെങ്കിലും കുറച്ച് കഴിക്കും, 2 പ്രാവശ്യം തലകുത്തി മറിയും തിരിച്ചു വരും. അത് ഓവറോൾ റിസ്കിന്റെ കാര്യം ഇപ്പൊ ലിസ് പറഞ്ഞപ്പോഴാണ് ഇവർക്ക് ഡേഞ്ചറിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കില്ല. നമ്മുടെ സാധാരണ കുഞ്ഞുങ്ങൾ കളിക്കുവാണെങ്കിലും അവർക്ക് ഡേഞ്ചർ എന്ന് തോന്നുന്ന ചില സാധനങ്ങൾ, എക്സാമ്പിൾ ഇപ്പം മെഴുകുതിരി എന്തെങ്കിലും കൊണ്ട് ഇവരുടെ സാധാരണ കുട്ടികളുടെ കൈ ഒരിക്കലും പൊള്ളിയാൽ സെക്കൻഡ് ടൈം അവർ മെഴുകുതിരി എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും. പക്ഷേ നമ്മുടെ ഈ ADHD ഉള്ള കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഡേഞ്ചർ അവയർനെസ് കുറവ്. അവരെന്തും ചെയ്യും, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് ഇവർ നേരെ പോകും. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ നോക്കുന്നതും പാരൻസ്
പാരൻസിന് ഒരു റിസ്ക് ഉണ്ടാക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഇപ്പം കിണർ പോലെയുള്ള സാധനങ്ങളുടെ സൈഡിലൂടെ നടക്കുക, ഇതൊക്കെ ഞാൻ ജനറലി പറയുന്നതാണ്. കാര്യം ഇത് കാണുന്നവരുടെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വെച്ചൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. സാധാരണ പ്രായത്തിലെ കളികളെക്കാളും ഇത്തരം ഡേഞ്ചർ ആയിട്ടുള്ള കളികളിൽ ഇവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? പാരൻസ് സാധാരണ ഇവർക്ക് അടി കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. പക്ഷേ സാധാരണ ഒരു കുട്ടിക്ക് അടി കൊടുത്താൽ പിണങ്ങി മാറി അങ്ങ് പോകും കുറച്ച് നേരത്തേക്ക്, പിന്നെ നമ്മൾ പുറകെ ചെല്ലണം. ADHD ഉള്ള കുട്ടിയാണെങ്കിൽ അതുണ്ടാവില്ല, അല്പനേരം കഴിഞ്ഞു അവർ അടിയെ കിട്ടിയിട്ടുള്ള എന്നൊരു ഭാവത്തിൽ തിരിച്ച് നമ്മുടെ പുറകെ വരും. അപ്പം ഇങ്ങനെയുള്ള പ്രത്യേകതകളെല്ലാം ഇത് ഒരു ദിവസമോ 2 ദിവസമോ കണ്ടുകൊണ്ടതുകൊണ്ട് മാത്രം നമ്മൾ ADHD എന്ന് സംശയിക്കാൻ പാടില്ല. ഇത് ഇങ്ങനെ കാണുന്നുണ്ട് ഒരു സ്ഥലത്ത് മാത്രമല്ല. ഇപ്പം വീട്ടിൽ കാണിക്കുന്നുണ്ടെങ്കിൽ മോൻ അല്ലെങ്കിൽ മോള് സ്കൂളിലും കാണിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 2 സെറ്റിങ്സിലെങ്കിലും 6 മാസത്തോളം കാലഘട്ടത്തിൽ കുഞ്ഞ് ഇത് തന്നെ 6 മാസമാണ് നമ്മൾ ഡയഗ്നോസിസ് ക്രൈറ്റീരിയ 6 മാസമാണ് പറയുന്നത്. 6 മാസം ഇങ്ങനെ പെർസിസ്റ്റന്റ് ആയി കുഞ്ഞിത് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അത് ADHDയുടെ ലക്ഷണങ്ങളാണ്. അപ്പൊ ഇത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കിടയിലാണ് കണ്ടുവരുന്നത്? ഇപ്പം ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കിടയിലാണോ കൂടുതലുള്ളത്? ഇത് കൂടുതലും ഡെഫിനറ്റ്ലി ആൺകുട്ടികളിലാണ് കണ്ടുവരുന്നത്. പിന്നെ ഏത് പ്രായത്തിൽ, ഇപ്പം ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞില്ലേ മറ്റു കുട്ടികളുടെ ആക്ടിവിറ്റിയെക്കാളും ഇത് കൂടുതലാണെങ്കിൽ നമുക്ക് സംശയിക്കാം. പക്ഷേ ഒരു സിഗ്നിഫിക്കൻറ്റ് ലെവൽ നമ്മൾ എപ്പോഴും പറയുന്നത് 6 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്. ഒരു 7 ഇയേഴ്സ് ആകുമ്പോൾ നമ്മൾ പറയും ദിസ് ഈസ് ADHD. ഒരു 12 വയസ്സിന് മുന്നേ ഇത് സ്റ്റാർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ ഈ ഒരു ഏജിനിടയ്ക്ക് വെച്ച് നമുക്ക് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയാം ഇത് ADHD ആണെന്നുള്ളത്. അപ്പം എന്താണ് ആക്ച്വലി ADHDയുടെ കാരണങ്ങൾ, ഈ വരാനുള്ള കാരണം, അല്ലെങ്കിൽ അതിന്റെ റീസൺസ്, കോസസ് ഒക്കെ എന്താണ്? ഒരു പർട്ടിക്കുലർ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു മിക്സിംഗ് ആണ്. ഇപ്പം ജനറ്റിക്കൽ ഫാക്ടേഴ്സ് എന്നും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്നും നമ്മൾക്ക് മിക്സ് ചെയ്ത് ഇതിനെ പറയേണ്ടി വരും. ഒരു കാരണം കൊണ്ട് മാത്രം വരുന്ന ഒന്നല്ല. ജനറ്റിക്കലി പറയുകയാണെങ്കിൽ ഇപ്പം ADHD ഉള്ള കുട്ടികളുടെ പാരൻസിനെ നോക്കിയാൽ അറിയാം, ഒരു 70-75% പാരൻസിന് അവരുടെ കുട്ടിക്കാലത്തിൽ ഇതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരുന്നിരിക്കാം. അറ്റ് പ്രസന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ADHD ഉള്ള കുഞ്ഞുങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി എടുക്കുമ്പോൾ അവരുടെ പാരൻസിൽ ഒരാൾക്കോ ഇല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരൻസിൽ ആർക്കെങ്കിലോ അമിതമായിട്ടുള്ള ദേഷ്യം, ഈ പറയുന്ന പോലെ റെസ്റ്റ്ലെസ്നെസ് ഇങ്ങനെയൊക്കെ കണ്ടുവരുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇത് ജനറ്റിക്കലായിട്ടുള്ള കോസസ് ആണ്. ഇനി ഇത് കൂടാണ്ട് അവരുടെ അതായത് ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങളും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകളും ഇല്ലെങ്കിൽ അവരുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആ ഒരു ഷ്രിങ്കിങ്ങും ഒക്കെ കൊണ്ട് ഈ ഒരു ADHD അല്ലെങ്കിൽ സമാന്തരമായ പ്രോബ്ലംസ് വരാറുണ്ട്. ഇത് കൂടാണ്ട് ADHD വരുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ കുഞ്ഞ് അത് ഗർഭാവസ്ഥ തുടങ്ങി കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് വരെയുള്ള ഒരു സമയം വളരെ ക്രൂഷ്യലാണ്. അപ്പം അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് ഉണ്ടാവുന്ന സമയത്ത് വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് കുട്ടിക്ക് ADHD പോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടായേക്കാം. ഞാൻ ഉദാഹരണം പറയുവാണെങ്കിൽ ആൽക്കഹോൾ യൂസ്. കുട്ടിയുടെ അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആൽക്കഹോൾ ഇൻടേക്ക് ഉണ്ടെങ്കിൽ കുട്ടിക്ക് ADHD വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ആ സമയത്ത് യെസ് ഡെഫിനറ്റ്ലി എസ്പെഷ്യലി ടുബാക്കോ യൂസും സ്മോക്കിങ്ങും ഒക്കെ ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ അമ്മ കുഞ്ഞ് വയറ്റിലുണ്ടായിരിക്കുമ്പോൾ ഇത് ടുബാക്കോ അല്ലെങ്കിൽ സ്മോക്കിംഗ് ചെയ്യുകയാണെങ്കിൽ കുട്ടിയുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ഒന്ന് സ്ലോ ഡൗൺ ആവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനിൽ ഓരോന്നും കൺട്രോൾ ചെയ്യുന്ന ഓരോ സ്പെസിഫിക് ഏരിയാസ് ഉണ്ട്, അവിടെ ഇത് അഫക്റ്റ് ചെയ്യും. അങ്ങനെ ജനിച്ചു വരുന്ന കുട്ടിക്ക് ADHD സമാന്തരമായിട്ടുള്ള പ്രോബ്ലംസ് വരും. ഇത് കൂടാണ്ട് തന്നെ ഇപ്പം എക്സ്ട്രീമായിട്ട് ബർത്ത് വെയിറ്റ് കുറയുന്ന കുഞ്ഞുങ്ങൾ, പ്രീമച്ചുറായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഉണ്ടാവുന്ന പർട്ടിക്കുലർ ഇൻഫെക്ഷൻസ് ലൈക്ക് ഇപ്പം മീസൽസ്, എൻസെഫലൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസും കുട്ടിയിൽ ADHD പോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാൻ കാരണമായിരിക്കും. അപ്പം ഈ കുട്ടി ഏതൊക്കെ അവസ്ഥയിൽ കൂടെ ആയിരിക്കും ഈ കുട്ടി ആക്ച്വലി കടന്നു പോകുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് കുട്ടികൾ? ADHD കുട്ടികൾക്ക് വന്നേക്കാവുന്ന അനുബന്ധ പ്രശ്നങ്ങൾ ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ് they will face. കാര്യം ഇത് കുട്ടിയുടെ പ്രശ്നം ADHD ആണ്, അത് നമുക്കറിയാം. പക്ഷെ അത് കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ പലപ്പോഴും പറ്റിയെന്ന് വരില്ല. കാര്യം കുഞ്ഞിനെ സംബന്ധിച്ചിട്ട് ഇവന് എനർജി വരുന്നത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇവന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കുട്ടി ഈ ആക്ടിവിറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും കുട്ടിയുടെ പാരൻസ് ചില സമയങ്ങളിൽ പാരൻസും അക്സെപ്റ്റ് ചെയ്യാറില്ല. മറ്റുള്ളവർ സൊസൈറ്റിയിലെ മറ്റുള്ളവർ കുട്ടിയെ ആ ഒരു ഇതില്ലെങ്കിൽ ADHD ഉള്ള മോനാണ് എന്നൊരു കൺസിഡറേഷൻ ഒരിക്കലും കുട്ടിക്ക് കൊടുക്കാറില്ല. അതൊന്നാമത്തെ കാരണം. ഇത് കാരണം തന്നെ കുട്ടിക്ക് സ്കൂളിൽ നിന്നും പിയേഴ്സിൻ്റെ, അതായത് അവൻ്റെ സമപ്രായക്കാരിൽ നിന്നും എപ്പോഴും ഒരു നെഗ്ലക്ഷൻ ആയിരിക്കും കുട്ടി ഫീൽ ചെയ്യുന്നത്. മാഡം, നമുക്കൊരു ഇടവേളയ്ക്ക് ടൈം ആയിരിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. മൈൻഡ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. മാഡം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടീനെ ഇതേത് തരത്തിൽ ബാധിക്കുന്നു എന്നതിനെ പറ്റിയിട്ടാണ് ബാക്കി ആയിട്ട്
അതെ, അതായത് നമ്മൾ പറഞ്ഞു വന്നത് അവൻ്റെ സമപ്രായക്കാരിൽ നിന്നും അവൻ്റെ സ്കൂളിൽ നിന്നും കുട്ടിക്ക് കിട്ടിയേക്കാവുന്ന റിജക്ഷൻസ് ആണ്. ആ ഒരു കാലഘട്ടത്തിൽ, അതായത് കൗമാരത്തിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ, അതിന് കൗമാര കാലഘട്ടത്തിലേക്ക് മുന്നേ അതിലേക്ക് എത്തുന്ന കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ സംബന്ധിച്ചിട്ട് റിലേഷൻസ് ഫോം ചെയ്യുക അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രായത്തിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന റിലേഷൻഷിപ്സ് ആയിരിക്കും ഒരു പക്ഷേ ലൈഫിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള റിലേഷൻഷിപ്സ് നല്ല സ്ട്രോങ് ആയിട്ട്, അതായത് അവർക്ക് സൊസൈറ്റിയിൽ അവരെന്താണ്, സൊസൈറ്റിയിൽ അവരുടെ വാല്യൂസ്, അവരുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ അവർക്കൊരു സെൽഫ് അവെയർനെസ് അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഇത് ഒത്തിരി സഹായിക്കാറുണ്ട്. അപ്പോൾ പൊതുവേ ഈ കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ ഇപ്പം ഒരു ഗ്രൂപ്പായിട്ട് ഇവർ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ADHD ഉള്ള കുഞ്ഞാണെങ്കിൽ എന്താ, അവൻ്റെ അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. ഇപ്പോൾ ബോൾ കളിക്കുകയാണെങ്കിൽ ആദ്യം അവന് ബോൾ വേണം, ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ ഔട്ടായാൽ പിന്നെ അവന് എന്നെ ബാറ്റ് ചെയ്യണം. ഇതൊക്കെ കൊണ്ട് ഇവൻ വരുമ്പം തന്നെ ശല്യക്കാരനായിട്ടുള്ള കുട്ടി, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിനെ മെസ് ചെയ്യാൻ വരുന്ന ഒരു കുട്ടി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ എല്ലാവരും അവനെ കാണാൻ തുടങ്ങും. കംപ്ലയിൻസ് ഒരുപാട് വരും ഇവരെക്കുറിച്ച്. കുറച്ച് കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്സ്. പക്ഷേ ഈ കുട്ടികൾ മിസ്റ്റേക്സ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇവന് പിന്നെ എന്ത് പ്രോബ്ലംസ് വന്നാലും അത് ഇവനിലേക്ക് ആരോപിക്കപ്പെടും. അത് പൊതുവേ കാണുന്ന ഒരു ട്രെൻഡാണ്. കാര്യം ഈ പ്രശ്നക്കാരൻ കുട്ടിയെക്കുറിച്ച് കൂടുതൽ കംപ്ലയിൻസ് ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് പറയാനുള്ള ടെൻഡൻസി ക്ലാസ്സിലെ മറ്റു പല കുട്ടികൾക്കും ഉണ്ടാവും. ടോട്ടലി അവൻ ഒറ്റപ്പെടും, സ്കൂളിൽ അവൻ ഒറ്റപ്പെടും. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, കുട്ടിയുടെ ഒറ്റപ്പെടൽ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. സ്കൂളിലെ ഈ ഡിസിപ്ലിനറി പ്രോബ്ലംസ് എല്ലാം വീട്ടിലെത്തും. ഇപ്പം മീറ്റിംഗ് ഒക്കെ വരുമ്പോഴും എല്ലാവരും പറയും, കുട്ടിയുടെ ഓവറോൾ പ്രോഗ്രസ് പറയുമ്പോൾ പഠിക്കുന്നു ഇല്ല ഇവൻ, പ്ലസ് ഇതുപോലെയുള്ള ബിഹേവിയറൽ ഇഷ്യൂസും. സോ വീട്ടിലും കുട്ടിക്ക് കിട്ടുന്നത് പണിഷ്മെൻറ്റ്സ് ആയിരിക്കും. അപ്പം വീട്ടുകാരായിരുന്നാൽ കൂടി ADHD എന്നുള്ളൊരു കണ്ടീഷനേക്കാളും കൂടുതൽ നമ്മളുടെ ആ സമയത്തെ ഒരു സ്ട്രെസ്സായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. എല്ലാവരും എൻ്റെ കുഞ്ഞിനെ കുറിച്ച് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, എല്ലാ കുട്ടികളും പഠിക്കുന്നുണ്ട്. സോ ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. അതായത് അവരുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം സമൂഹം കൊടുക്കുന്നില്ല. കാര്യം ഇങ്ങനെ മിങ്കിൾ ചെയ്താലല്ലേ കുഞ്ഞിൽ സോഷ്യൽ സ്കിൽസും ഇല്ലേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ഇത് ഒന്നാമത്തെ മേഖല കുട്ടിയെ ബാധിക്കുന്നത്. ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല, ത്രൂ ഔട്ട് ലൈഫ് ഇതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കാര്യം, കുട്ടിയുടെ പഠനത്തിൽ കാര്യമായിട്ട് പുറകോട്ട് വരും. ADHD ഉള്ള കുട്ടികൾക്ക് IQ കുറവാണെന്ന് ഒരു പഠനങ്ങളും തെളിയിച്ചിട്ടില്ല. പക്ഷേ നമ്മൾക്ക് IQ ടെസ്റ്റുകൾ ഇവരിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സ്കോർ കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇവരുടെ അറ്റൻഷൻ നിൽക്കാത്തത് കൊണ്ടാണ്. കാര്യം വിത്തിൻ മിനിറ്റ്സ് ഇവർ ഡിസ്ട്രാക്റ്റ് ആയിപ്പോവും. ചെറിയൊരു ശബ്ദത്തിനോ ചെറിയൊരു കാഴ്ചയ്ക്കോ ഇവരുടെ ശ്രദ്ധയെ മാറ്റാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ നമുക്ക്, അതായത് ഇവന് IQ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം, പക്ഷേ അതുണ്ടായിട്ട് കൂടി കുഞ്ഞിന് പഠിക്കാൻ കഴിയുന്നില്ല. പഠന സംബന്ധമായിട്ടുള്ള വൈകല്യങ്ങൾ ഇല്ലെങ്കിൽ പോലും പഠിക്കാനുള്ള അവസരം കിട്ടുന്നില്ല, അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവന് പാഠഭാഗങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ആ ബേസ് ഉറപ്പിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ പ്രധാനമായും ഈ രണ്ട് മേഖലകളിലാണ് അവൻ്റെ സോഷ്യൽ ഇൻ്റർപേഴ്സണൽ ഏരിയയിലും പഠനത്തിലും, ഇതിൽ രണ്ടിലുമാണ് കുഞ്ഞിനെ ബാധിക്കുന്നത്. അപ്പം ഈ ഫാമിലിനെ, ഒരു ADHD ഉള്ള കുട്ടിയുടെ ഫാമിലിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന? ഡെഫിനറ്റ്ലി. കാര്യം ഒരു കുഞ്ഞ് ഇവർ പലപ്പോഴും നമ്മുടെ ഒരു കാഴ്ചപ്പാട് മാറേണ്ടിയിരിക്കുന്നത് കുഞ്ഞല്ല പ്രശ്നം, കുഞ്ഞിനാണ് പ്രശ്നം. പക്ഷേ ഈ ഒരു തിങ്കിങ് വരത്തില്ല. എല്ലാവരും ഒന്നിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുമ്പോൾ നമ്മൾ ആ കംപ്ലൈൻറ്റ് പറയിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പ്രോബ്ലം ആയിട്ട് കാണുന്നത്. അത് എവിടെ നിന്ന് നമ്മൾ ആലോചിക്കില്ല. സോ കുഞ്ഞല്ല, നമ്മുടെ കുഞ്ഞിനാണ് പ്രശ്നം. ഈ ഒരു കൺസെപ്റ്റ് വീട്ടിൽ ഒരാൾ അറിഞ്ഞിരുന്നിട്ടും ഒരു കാര്യമില്ല. കാര്യം ഇപ്പം ഒരു വീടാവുമ്പം, എസ്പെഷ്യലി ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ എല്ലാവരും ഉണ്ടാവും. ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ ഒരു പക്ഷേ ഇത്രയധികം പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവത്തില്ല. ന്യൂക്ലിയർ ഫാമിലി ആകുമ്പം പാരൻസ് വർക്കിംഗ് ആയിരിക്കും, കുട്ടികളുണ്ടാവും. അപ്പം ഒരു മദർ എന്നുള്ള രീതിയിലും ഫാദർ എന്നുള്ള രീതിയിലും ഒരു എംപ്ലോയി എന്നുള്ള രീതിയിലും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇവർക്ക് ഫങ്ഷൻ ചെയ്യേണ്ടതുണ്ട്. ഒന്നിലേക്ക് മാത്രം കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഫ്രസ്ട്രേഷൻസ് ഇറ്റ് ക്യാൻ ഹാപ്പൻ. പിന്നെ എപ്പോഴും അച്ഛനും അമ്മയ്ക്കും ഇടയിൽ ഒരു പ്രോബ്ലക്കാരനാവും നമ്മുടെ ഈ കുഞ്ഞ്. നിരന്തരമായ കംപ്ലയിൻസ് വരുമ്പോൾ ഒരാൾ മറ്റൊരാളിനെ കുറ്റം പറയാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഇങ്ങനെ, ചിലപ്പോൾ നിന്റെ ക്യാരക്ടർ ആയിരിക്കും. ആ രീതിയിൽ നമ്മൾക്കൊന്ന് എസ്കേപ്പ് ആവണം. ഒരാളിൻ്റെ എസ്കേപ്പിസം റിയൽ, ഇല്ലെങ്കിൽ ആ സത്യത്തെ ഒരു ഏറ്റെടുക്കാനുള്ള ഒരു മടി, നമ്മുടെ ടെൻഷൻ, അതാണ് ശരിക്കും എക്സ്പ്രസ്. അതെ, സമ്മതിച്ചു കൊടുക്കത്തില്ല. എക്സാക്ട്ലി ഇതുപോലെയുള്ള. പിന്നെ എപ്പോഴും കംപ്ലയിൻസ് ആയിരിക്കും. ഇപ്പം നെയ്ബേഴ്സിൻ്റെ അടുത്ത് നിന്നായിരുന്നാലും അവരുടെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചു, അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ എടുത്തു, അങ്ങനെ പറഞ്ഞിട്ട് ഡെഫിനറ്റ്ലി. പിന്നെ ഇവർക്കിപ്പം നമ്മൾ റെമഡിയേഷൻ കൊടുക്കുകയാണ്, അമ്മ അല്ലെങ്കിൽ അച്ഛൻ കുഞ്ഞിന് കൂടുതൽ ടൈം അവർക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് കരുതിക്കും. അപ്പോൾ ഉറപ്പായിട്ടും മറ്റൊരു മേഖലയിൽ അതിൻ്റെ സമയം കുറയും. അപ്പം അച്ഛനും അമ്മയ്ക്കും ആസ് എ കപ്പിൾ അവർക്കിടയിലുള്ള ആ ഒരു ലീഷർ ടൈം നമ്മുടെ ഈ കുഞ്ഞ് കവർന്നെടുക്കും.
പക്ഷേ ഇവൻ്റെ കൂടെ വെച്ചിട്ട് ആ സ്ട്രെസ്സ് മാറ്റി വെച്ചിട്ട് ലീഷർ ടൈം എങ്ങനെ കണ്ടെത്താമെന്നതിനെ കുറിച്ച് ചിന്തിക്കാണ്ട് നമ്മൾ ടെൻഷൻസിനെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഫാമിലിയിൽ മൊത്തത്തിലൊരു ഫ്രിക്ഷൻ നമ്മുടെ ഈ കുഞ്ഞിൻ്റെ പ്രോബ്ലംസും കുഞ്ഞിനെ കുറിച്ചുള്ള കംപ്ലയിൻസും കൊണ്ട് വരാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ കേസസ് ഡിവോഴ്സിലേക്ക് വരെ എത്തുന്നുണ്ട്. ഇപ്പം സ്റ്റഡീസ് പറയുന്നുണ്ട് ഡിവോഴ്സ് നടക്കുന്ന ഒരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരുടെ കുഞ്ഞുങ്ങളുടെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ADHD, അതായത് ഈ ഒരു കണ്ടീഷൻ, കുഞ്ഞിൻ്റെ ഈ ഒരു കണ്ടീഷൻ, അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രോബ്ലംസ് ദാറ്റ് ലീഡ്സ് ടു ഡിവോഴ്സ് അങ്ങനെ പോലും വരുന്നുണ്ട്. അപ്പോൾ ഈ സൊസൈറ്റിയിൽ ഇതിപ്പോൾ ഒത്തിരി വ്യാപിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടോ ഡോക്ടർ? ഇപ്പം സ്കൂളിലായാലും അല്ലാതെ ആയാലും ഇതിപ്പം സൊസൈറ്റിയിൽ ഇപ്പോൾ ഒത്തിരി കണ്ടുവരുന്നുണ്ടോ ഈ ADHD എന്ന് പറഞ്ഞൊരു ഇഷ്യൂ? സ്കൂൾ പോപ്പുലേഷനിൽ ഇപ്പം സയൻറ്റിഫിക്കലി വലിയ സ്റ്റാറ്റിസ്റ്റിക്കലി ഞാൻ പറയുവാണെങ്കിൽ ഒരു 5 to 7% ആണ് അങ്ങനെ പറയുന്നത്. ADHD 5 to 7% നമ്മുടെ സ്കൂൾ പോപ്പുലേഷനിൽ ADHD. പക്ഷേ ഈ ADHD പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ അത്തരത്തിലുള്ള പ്രോബ്ലംസ് കൊണ്ടുണ്ടാവുന്ന ADHD ആണോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സെക്കൻഡറി ഗെയിൻസിന് വേണ്ടി കാണിക്കുന്ന ADHD ആണോ എന്നുള്ളത് ആ ഒരു വിഷയം നമ്മൾ പിന്നെയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇടവേളയ്ക്ക് ടൈം ആയിരിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. മൈൻഡ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. മാഡം, നമ്മളിപ്പോൾ ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ട്രീറ്റ്മെൻ്റ് ആണ് നമുക്കിനി അടുത്ത് അറിയാനുള്ളത്. ADHDയുടെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ചികിത്സകളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അതെ, മാനേജ്മെൻറ്റ്. ഇപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തായിരുന്നാലും ഉണ്ട്, ആ പ്രോബ്ലം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, ഇനി ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം. ഈ ട്രീറ്റ്മെൻറ്റ് ശരിക്കും ഒരു മൊഡാലിറ്റിയിൽ മാത്രമല്ല, ഇതിന് ഒത്തിരി പേരുടെ ഒരു കൂട്ടായ ഒരു വർക്കാണ് ഇതിനാവശ്യം. ആദ്യം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോബ്ലം നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തുടങ്ങുന്നു നമ്മുടെ ട്രീറ്റ്മെൻറ്റ്. അവിടെ ക്ലിനിക്കിൽ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ പാരൻസിന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അതേ ഇമ്പോർട്ടൻസ് തന്നെ നമ്മുടെ സ്കൂളിൽ ടീച്ചേഴ്സിന്. ഈ ഒരു 3 ഏരിയയിൽ ഈ 3 പേരും ഒരുപോലെ ഇനിഷ്യേറ്റീവ് എടുത്താലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കോപ്പിംഗ് സ്കിൽസ് ഇല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസ് നന്നായിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ഇപ്പം ADHDയിലാണെങ്കിൽ പോലും നമുക്കതിൻ്റെ സിംറ്റംസിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാം. മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ, ഇതാദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിനെ വേഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ 2 സെറ്റിങ്സിൽ മാത്രമേ പ്രോബ്ലം കാണിക്കത്തുള്ളൂ. ചില കുഞ്ഞുങ്ങൾ ഫുൾ ടൈം, അതായത് എല്ലാ സെറ്റിങ്സിലും ഏത് മേഖലയിലും അവരിത് തന്നെയായിരിക്കും കാണിക്കുന്നത്. മൈൽഡ് ആണെങ്കിൽ നമുക്ക് സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടി, മോഡറേറ്റ് സിവിയറിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പം ഇവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാൻ കണ്ടിട്ടുണ്ട് ADHD കുട്ടിയാണെങ്കിൽ പോലും ബാക്കി ഒരു കാര്യങ്ങൾക്ക് ശ്രദ്ധ നിൽക്കില്ല, പക്ഷേ ചില കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട്, വളരെയധികം തന്നെ. അപ്പം നമ്മൾക്ക് തന്നെ അതിശയം തോന്നും, സോ ഹി ക്യാൻ അല്ല, അവർക്ക് സ്കിൽസ് ഉണ്ട്, അവർക്ക് എബിലിറ്റീസ് ഉണ്ട്, ഒത്തിരി നന്മകളുണ്ടാവും നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക്. ഇപ്പം പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ കഴിയാത്തത് കൊണ്ടാണ് അവൻ ഈ പ്രോബ്ലംസ് കാണിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇവരെ നമുക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കിത് ഇഷ്ടമാണ്. ഒരു ലീഡർഷിപ്പും അപ്രിസിയേഷനും ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് ഇവർ. പാരൻസിനെ നന്നായിട്ട് സഹായിക്കും. റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഒരു സാധനം കിട്ടിയാൽ തന്നെ അവർ കുറച്ചും കൂടെ ഒന്ന് വിത്ത് സൂപ്പർവിഷൻ. അതായത് നമ്മുടെ ഒരു ചെറിയ മേൽനോട്ടത്തിൽ നമ്മൾ കുഞ്ഞിനെ കൊണ്ടുവരിക. കാര്യം ഞാൻ ഒന്നും വേണ്ട, ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സ്കൂളിൽ എല്ലാ കുട്ടികളുടെ നോട്ട്ബുക്സ് കളക്ട് ചെയ്ത് സ്റ്റാഫ് റൂമിൽ എത്തിക്കണം. അതിന് നമുക്ക് ഈ കുഞ്ഞിനെ തിരഞ്ഞെടുക്കാൻ കഴിയും. ഇതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കുട്ടി ഓർഗനൈസ് ചെയ്യാനായിട്ടൊന്ന് പഠിക്കും, എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്യാനായിട്ട്. അവൻ ടാസ്ക് ഓറിയന്റഡ് ആണ്, അപ്പോൾ അത് പോയി ചെയ്തോളും. പ്ലസ് എല്ലാവരുടെ മുന്നിൽ കുട്ടി അംഗീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും, ഇത്ര നാൾ എന്നെ പറഞ്ഞ പോലെ ഒന്നിനും പറ്റാത്തതല്ല ഞാൻ, എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സോ ഹി വിൽ ട്രൈ. അവനവൻ്റെ അറ്റൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും മറ്റുള്ളവർ നല്ലതെന്ന് പറയുന്ന ബിഹേവിയർ കാണിക്കാൻ വേണ്ടിയിട്ട് കുട്ടി ശ്രദ്ധിക്കും. അപ്പം ഈ സൈക്കോ തെറാപ്പിയിൽ ഇപ്പം കുഞ്ഞിന് നമ്മൾ ആദ്യം കുഞ്ഞിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്യും. കുഞ്ഞിന് ഇമോഷണൽ വെന്റിലേഷൻ അത് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. കാര്യം കുട്ടിയാണെങ്കിലും കുട്ടിക്ക് നെഗറ്റീവായിട്ടുള്ള ഒത്തിരി ഇമോഷൻസ് മനസ്സിലുണ്ടാവും ബൈ ലേണിംഗ്. കാര്യം ഇത് ഇവർക്ക് കിട്ടുന്നത് ഇവർ കേട്ട് പഠിക്കുന്നതാണ്. മറ്റുള്ളവർ പറഞ്ഞും കേട്ടും ഇവനെക്കുറിച്ച് ഇവൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സെൽഫ് കൺസെപ്റ്റ് ഉണ്ട്, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത്. അത് പലപ്പോഴും ഡേഞ്ചറാണ്. കാര്യം ഞാൻ എന്ന് പറയുന്നത് ഈ കുഞ്ഞിനുള്ളിൽ ഞാൻ നെഗറ്റീവായിരിക്കും, ഒന്നിനും പറ്റാത്ത, മറ്റു കൂട്ടുകാരോടൊപ്പം എത്താത്തൊരു കുഞ്ഞാണ്. ഇതിനെ നമ്മൾ പതുക്കെ ഡിസ്പ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം സിവിയറിറ്റി അനുസരിച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള തെറപ്പീസ് കുഞ്ഞിന് അപ്ലൈ ചെയ്യാം. കുഞ്ഞിന് സൈക്കോ തെറപ്പി കൊടുക്കുന്ന പോലെ തന്നെ അതേ ഇമ്പോർട്ടൻസിൽ നമ്മൾ ഫാമിലിക്ക് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കണം. ആദ്യം വരുന്ന ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്താണ് ADHD, ഇത് എന്തുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ പോയിന്റിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്. നിങ്ങളുടെ കുഞ്ഞല്ല പ്രശ്നം,
കുഞ്ഞിനാണ് പ്രശ്നം. അതെങ്ങനെ വരുന്നു, എന്തുകൊണ്ട് വരുന്നു, എത്ര കാണുന്നു, എങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്, ഇതെല്ലാം പാരൻസിനെ പറഞ്ഞിട്ട് അവരെ ബോധവൽക്കരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നീട് കുട്ടിയിലെ എക്സസ് ആയിട്ടുള്ള ബിഹേവിയർ, ADHD സംബന്ധിച്ചിട്ട് ബിഹേവിയറൽ എക്സസും ബിഹേവിയറൽ ഡെഫിസിറ്റും നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് സോഷ്യൽ സ്കിൽസ് കുറവായിരിക്കും, അതൊരു പോരായ്മയാണ്, ദാറ്റ്സ് എ ഡെഫിസിറ്റ്. ഇല്ലെങ്കിൽ ഇവർക്ക് അസർട്ടീവ്നെസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ അസർട്ടീവ്നെസ് കുറവായിരിക്കും, പറയേണ്ട കാര്യം എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് കുഞ്ഞിന് അറിയുന്നുണ്ടാവില്ല, അതും ഒരു ഡെഫിസിറ്റ് ആണ്. പക്ഷേ എക്സസ് നോക്കുവാണെങ്കിൽ ഒരുപാടുണ്ട്. കാര്യം ഇവർക്ക് ഇമ്പൾസീവ് ആണ്, ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഇതൊക്കെ ഇവരുടെ എക്സസീവ് ആണ്. ഈ എക്സസീവിനെ നമ്മൾ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരിക, ഡെഫിസിറ്റിനെ താഴേന്ന് മുകളിലേക്ക്, രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. ഇതുവരുടെ ബിഹേവിയറൽ മാനേജ്മെന്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. ഇത് കൂടാണ്ട് പിന്നെ ഫാമിലി തെറപ്പി കൊടുക്കാറുണ്ട്. ഇനി സ്കൂളിൽ ടീച്ചേഴ്സിന് വേണമെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ നമ്മൾ അവർക്കൊരു ഓറിയന്റേഷൻ കൊടുക്കാറുണ്ട്. കൂടുതലും ഇത് സ്കൂളിലെ ടീച്ചേഴ്സിനായിരിക്കില്ല ആവശ്യമായിട്ട് വരുന്നത്. കാരണം കുട്ടികൾക്ക് കുട്ടികളെ സ്കൂളിൽ വെച്ച് നോക്കാനായിരിക്കും പാട്. വീട്ടിലെ 1-2 കുട്ടികളെ കാണുള്ളൂ. ഇപ്പൊ സ്കൂളിൽ അങ്ങനത്തെ ഒരു 2-3 കുട്ടികളുണ്ടെങ്കിൽ പിന്നെ പാടാവില്ല. അപ്പൊ ടീച്ചേഴ്സിനായിരിക്കും കൂടുതൽ അതിന്റെ ഓറിയന്റേഷൻ ഒക്കെ കൊടുക്കേണ്ടിയിരിക്കുന്ന ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ടീച്ചറിന് റീച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് കുഞ്ഞിനെ ഇരുത്തുക. നമ്മുടെ ഈ ഒരു ADHD ഉള്ള ഒരു കുട്ടിയെ മറ്റു കുട്ടികളുടെ ഇടയിൽ, പക്ഷെ അതേസമയം അവനെ ഒറ്റയ്ക്ക് ഇരുത്തുന്നു എന്നൊരു തോന്നൽ വരരുത്. ടീച്ചറിന്റെ ഏകദേശം അടുത്തായിട്ട് ഇരുത്തുക. അങ്ങനെ വരുമ്പോൾ ടീച്ചറിന് മനസ്സിലാക്കാൻ പറ്റും ഇവന്റെ ശ്രദ്ധ പോകുന്നത്. അപ്പം പതുക്കെ ഒന്ന് തട്ടിയിട്ടോ അല്ലെങ്കിൽ അവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. പിന്നെ എപ്പോഴും കുട്ടിയുടെ വിഷൻ പോകുന്നത് ജനലിന്റെ അടുത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ കുട്ടിയെ ഇരുത്തി പഠിപ്പിക്കരുത്. കാര്യം ചെറിയൊരു ഡിസ്ട്രാക്ഷൻ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ചെറിയൊരു ഡിസ്ട്രാക്ഷൻ മതി, അങ്ങോട്ട് പോവും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ എത്തുന്നത്. ആരെങ്കിലും ഒന്ന് തട്ടി നമ്മുടെ ആള് അടുത്തെത്തുന്നത്. പിന്നെ ടീച്ചേഴ്സിനും വീട്ടിലെ പാരന്റിനും കമ്പൈൻഡ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം, ഇവരുടെ ഈ ഒരു അറ്റൻഷൻ സ്പാൻ കുറവായത് കൊണ്ട് തന്നെ വലിയ ക്വസ്റ്റ്യൻസിനെ ചെറുതാക്കി കൊടുക്കാം. ബുള്ളറ്റിൻ ഫോമിൽ വളരെ ചെറുതാക്കി വേഗം പഠിപ്പിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ, പറഞ്ഞ് പഠിപ്പിച്ചാൽ ഇവര് ഓർമ്മയിരിക്കും. വേഗം തീർക്കണം. കാര്യം ഇവർക്ക് അറ്റൻഷൻ സ്പാൻ കുറവാണ്. അപ്പം ഒരു ലെങ്തി പാസേജ് വായിച്ച് അത്രയും കോംപ്രിഹെൻഡ് ചെയ്ത് എടുക്കാനുള്ള ഒരു ശ്രദ്ധ ഇവർക്കില്ല. അപ്പം നമ്മൾ എത്ര ചെറുതാക്കി, എന്നാലും നമ്മൾ എത്ര ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അതിൽ ഉൾക്കൊള്ളിച്ച് കൊടുക്കുന്നുവോ അത്രയും പെട്ടെന്ന്. പിന്നെ ഇപ്പം ചെയ്യുമ്പോൾ എപ്പോഴും ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് ചെയ്യണം കുട്ടികളുടെ. അതായത് അവരെ ഒരു പുസ്തകം തുറന്നു വെച്ചിട്ട് പഠിപ്പിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അവർക്ക് അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 9 പ്ലാനറ്റ്സിന്റെ പേര് നമ്മൾ പഠിപ്പിക്കണം, പേര് കുട്ടിയെ പഠിപ്പിക്കണം അടുത്ത ദിവസത്തേക്ക് വേണ്ടി. നമ്മൾ എന്താ ചെയ്യുക, ഇവർക്ക് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കണം. അപ്പോൾ ആ പ്ലാനറ്റ്സിന്റെ പിക്ചേഴ്സ് നമ്മൾ കളക്ട് ചെയ്ത് കുട്ടിയെ കൂടെ ഇരുത്തി കുട്ടിയെ കൊണ്ട് ചാർട്ടിലോ ബുക്കിലോ അത് ഒട്ടിച്ച ശേഷം, അപ്പോൾ കുട്ടി കാണുന്നുണ്ട്, തൊടുന്നുണ്ട്, കുട്ടി കേൾക്കുന്നുണ്ട്, ഈ എല്ലാ സെൻസേഷനും ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം ഇവരുടെ ആവശ്യം ആക്റ്റീവ് ആയിരിക്കുക. അത് എക്സസ് ആകുമ്പോഴാണ് ഹൈപ്പർ ആക്റ്റീവ് ആകുന്നത്. അപ്പം നമ്മൾ അവരെ ആക്റ്റീവായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കുക, ഇങ്ങനെ പ്രവർത്തനത്തിലൂടെ അവരെ പഠിപ്പിക്കാൻ നോക്കുക. ഡോക്ടർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ശരിയായ രീതിയിൽ ചികിത്സിച്ചാൽ ഒരു ADHD കുട്ടിയെ നമുക്ക് നേരെ അയക്കാനും അവരെ കണ്ടെത്തുവാനും നമുക്ക് സാധിക്കും. എല്ലാ പേരൻസിനും ടീച്ചേഴ്സിനും ഇതൊരു ഉപയോഗപ്രദമായ ക്ലാസ് അല്ലെങ്കിൽ ടോക്കായിരുന്നെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച വരുന്നത് വരെ നന്ദി.